ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വികാരനിർഭരമായ ഒരു ലോകകപ്പിനാകും 2027 സാക്ഷ്യം വഹിക്കുക. ദക്ഷിണാഫ്രിക്കയിലും സിംബാബ്വേയിലുമായി നടക്കുന്ന ആ ടൂർണമെന്റ് കേവലം ഒരു കിരീട പോരാട്ടം മാത്രമല്ല, മറിച്ച് ഒരു യുഗത്തിന്റെ അന്ത്യം കൂടിയായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിനെ 1.5 പതിറ്റാണ്ടോളം തോളിലേറ്റിയ രണ്ട് ഇതിഹാസങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തങ്ങളുടെ അവസാന ലോകകപ്പ് കളിക്കാൻ ഒരുങ്ങുകയാണ്. T20യിൽ നിന്നും ടെസ്റ്റിൽ നിന്നും പടിയിറങ്ങിയ ഈ റോക്കോ സഖ്യം ഏകദിന ലോകകപ്പ് കിരീടത്തോടെ കരിയർ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗൗതം ഗംഭീർ എന്ന പരിശീലകന്റെയും അവസാന ദൗത്യമായിരിക്കും ഈ ലോകകപ്പ്. എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ ചില വമ്പൻ പേരുകൾക്ക് സ്ഥാനം നഷ്ടമാകും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന സൂചനകൾ. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ തുടങ്ങിയ 5 പ്രമുഖ താരങ്ങൾ 2027 ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വമ്പൻ താരങ്ങൾ ഒഴിവാക്കപ്പെടുന്നത്? പകരക്കാർ ആരാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 2027 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക വിക്കറ്റ് കീപ്പിംഗ് പൊസിഷൻ ആയിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ KL രാഹുൽ തന്നെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. മധ്യനിരയിൽ രാഹുൽ നൽകുന്ന സ്ഥിരതയും വിക്കറ്റിന് പിന്നിലെ ചോരാത്ത കൈകളും അദ്ദേഹത്തിന്റെ സ്ഥാനം സുരക്ഷിതമാക്കുന്നു. എന്നാൽ ബാക്കപ്പ് കീപ്പറുടെ കാര്യത്തിലാണ് വലിയ അട്ടിമറി നടക്കാൻ പോകുന്നത്. സഞ്ജു സാംസൺ. മലയാളി താരം സഞ്ജു സാംസണിന്റെ ഏകദിന കരിയറിന് 2027 ലോകകപ്പോടെ തിരശീല വീഴാനാണ് സാധ്യത. 2023 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പാളിൽ വെച്ച് മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടിയിട്ടും പിന്നീട് സഞ്ജുവിന് ഏകദിന ടീമിൽ ഒരവസരം പോലും ലഭിച്ചില്ല. 2 വർഷത്തിലേറെയായി ടീമിന് പുറത്തിരിക്കുന്ന സഞ്ജുവിനെ പെട്ടെന്ന് ലോകകപ്പ് ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യത തീരെയില്ല. പ്രതിഭയുണ്ടായിട്ടും അവസരം ലഭിക്കാതെ പോയ നിർഭാഗ്യവാനായ താരമായി സഞ്ജു മാറിയേക്കാം. ഋഷഭ് പന്ത്. സഞ്ജുവിനൊപ്പം തന്നെ പുറത്താകാൻ സാധ്യതയുള്ള മറ്റൊരു വമ്പൻ പേര് ഋഷഭ് പന്തിന്റേതാണ്. ടെസ്റ്റിൽ പന്ത് കേമനാണെങ്കിലും ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് അത്ര മികച്ചതല്ല. നിലവിൽ ബാക്കപ്പ് കീപ്പറായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ലോകകപ്പ് അടുക്കുമ്പോഴേക്കും പന്ത് ആ സ്ഥാനത്ത് നിന്ന് തെറിച്ചേക്കാം. ഇഷാൻ കിഷന്റെ തിരിച്ചുവരവ്. പന്തിനും സഞ്ജുവിനും പകരക്കാരനായി എത്തുന്നത് ഇഷാൻ കിഷൻ ആയിരിക്കും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്ന ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ഗംഭീര ഫോമിലാണ്. ഇടംകയ്യൻ ബാറ്റർ എന്ന ആനുകൂല്യവും ഓപ്പണിംഗ് മുതൽ മധ്യനിര വരെ എവിടെയും കളിക്കാനുള്ള കഴിവും ഇഷാനെ ഫേവറേറ്റ് ആക്കുന്നു. ഗൗതം ഗംഭീറിന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ ഇഷാന് സാധിച്ചേക്കും. രവീന്ദ്ര ജഡേജ. പ്രായം വില്ലനാകുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ രവീന്ദ്ര ജഡേജയെ 2027 ലോകകപ്പിൽ കാണാൻ സാധ്യതയില്ല. കാരണം മറ്റൊന്നുമല്ല, പ്രായം തന്നെ. 2027 ആകുമ്പോഴേക്കും ജഡേജയ്ക്ക് 39 വയസ്സ് തികയും. ആധുനിക ക്രിക്കറ്റിലെ ഫീൽഡിംഗ് നിലവാരവും ഫിറ്റ്നസും കണക്കിലെടുക്കുമ്പോൾ 39-ാം വയസ്സിൽ ജഡേജയെ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സെലക്ടർമാർ തയ്യാറായേക്കില്ല. അക്സർ പട്ടേലോ വാഷിംഗ്ടൺ സുന്ദറോ ജഡേജയുടെ പകരക്കാരായി എത്തിയേക്കാം. ലോകകപ്പിന് മുമ്പ് തന്നെ ജഡേജ ഏകദിനത്തിൽ നിന്ന് വിരമിക്കാനും സാധ്യതയുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനായി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പേസ് ബൌളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ലോകകപ്പ് ടീമിൽ ഉണ്ടായേക്കില്ല. ബാറ്റിംഗിൽ ശരാശരി പ്രകടനവും ബൌളിംഗിലെ മൂർച്ചയില്ലായ്മയും നിതീഷിന് തിരിച്ചടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഓൾറൗണ്ടറായി മാറാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും 2027 ഇന്ത്യയുടെ പ്രധാന പേസ് ഓൾറൗണ്ടർ. ഹാർദിക്കിന് പരിക്കേറ്റാൽ ഉപയോഗിക്കാൻ ശിവൻ ദുബെയെ പോലെയുള്ളവരെയാകും ഇന്ത്യ പരിഗണിക്കുക, അല്ലാതെ നിതീഷിനെയാകില്ല. ഋതുരാജ് ഗെയ്ക്വാദ്. അവസരങ്ങളുടെ അഭാവം. ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള 5ാമത്തെ താരം ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. മികച്ച സാങ്കേതിക തികവുള്ള താരമാണെങ്കിലും ഇന്ത്യൻ ടോപ്പ് ഓർഡറിലേക്ക് അടുത്ത മത്സരം ഋതുരാജിന് വിനയാകും. ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ അടങ്ങുന്ന ടോപ്പ് ഓർഡറിൽ ഋതുരാജിന് ഇടം കണ്ടെത്തുക അസാധ്യമാണ്. ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും സ്ക്വാഡ് ബാലൻസിന്റെ പേരിൽ ഋതുരാജ് പുറത്തിരിക്കേണ്ടി വരും. ഗൗതം ഗംഭീറിന്റെ അവസാന അംഗം. 2027 ലോകകപ്പ് കോച്ച് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ ടൂർണമെന്റോടെ അദ്ദേഹത്തിന്റെ കരാർ അവസാനിക്കും. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അർഹിക്കുന്നൊരു യാത്രയയപ്പ് നൽകാൻ ഗംഭീർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഏറ്റവും മികച്ച ജയിക്കാൻ കേൾപ്പുള്ള 15 പേരെയാകും ഗംഭീർ തിരഞ്ഞെടുക്കുക. അവിടെ ഇഷാൻ കിഷനെ പോലുള്ള യുവതാരങ്ങൾക്കും ഹാർദിക്കിനെ പോലുള്ള മാച്ച് വിന്നർമാർക്കും നറുക്കു വീഴുമ്പോൾ സഞ്ജുവിനെയും പന്തിനെയും പോലുള്ളവർക്ക് വഴിമാറി കൊടുക്കേണ്ടി വരും.
ശുഭ്മാൻ ഗിൽ എന്ന യുവനായകന് കീഴിൽ ഇന്ത്യ നടത്തുന്ന ഈ ലോകകപ്പ് യാത്ര ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.